ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ കമ്പനി ബോർഡുകളിലേക്ക് വിളിച്ചിരിക്കുന്ന ബികോം ബിരുദധാരികൾക്കുള്ള അവസരങ്ങളെ പറ്റിയുള്ള നോട്ടിഫിക്കേഷന്റെ വിശദവിവരങ്ങളുമായിട്ടാണ്. പൊതുവെ കമ്പനി കോർപ്പറേഷനുകളിൽ ഈ പോസ്റ്റിലേക്ക് വിളിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളാണ് വരുന്നത്. ഈ രണ്ട് പോസ്റ്റുകളിലേക്കും ബികോം ബിരുദധാരികൾക്കാണ് എഴുതാൻ പറ്റുന്നത്. രണ്ട് പരീക്ഷകളും വ്യത്യസ്തമായിട്ടായിരിക്കും നടക്കുന്നതെന്നതും ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷനും ഓരോന്നായി നോക്കാം. ആദ്യമായിട്ട് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ടന്റ് അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നീ പേരുകളിൽ ഏതാണ്ട് ഒരേ പേ സ്കെയിലുള്ള തസ്തികയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 15/10/2025 ഇത് കാറ്റഗറി നമ്പർ 363/2025 എന്ന നമ്പറിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്, അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ ഏതൊക്കെ കമ്പനികളാണ് ഇവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ബോർഡുകളാണ് ഇതിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത് നോക്കാം. അതിലാദ്യമായിട്ട് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ്. രണ്ടാമതായിട്ട് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അടുത്തത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് ആണ്. അടുത്തത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അഞ്ചാമതായിട്ട് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ആറാമതായിട്ട് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഏഴാമതായിട്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ആണ്. എട്ടാമതായിട്ട് കേരള അഗ്രോ മിഷണറീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇത്രയും കമ്പനികളാണ് ഈ ഒരു കാറ്റഗറി നമ്പറിൽ വരുന്നത്. അതായത് 363/2025 എന്ന നമ്പറിൽ പ്രധാനമായിട്ടും വരുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരം കമ്പനികൾ ജോലി ചെയ്യാനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബികോം ബിരുദമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറി നമ്പറിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് അക്കൗണ്ടന്റ് ജൂനിയർ ഗ്രേഡ് 2, അക്കൗണ്ടന്റ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഈ പോസ്റ്റിലേക്ക് ഉള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഇതിന്റെ അവസാന തീയതി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 15/10/2025 ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 364/2025 എന്ന നമ്പറിലാണ് വന്നിരിക്കുന്നത്. ഇതും അതേ പോസ്റ്റ് തന്നെയാണ്. ഇത് ഏതൊക്കെ ബോർഡുകളിലേക്കും കോർപ്പറേഷനിലേക്കും ആണെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ SC&ST, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ്. മൂന്നാമതായിട്ട് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്. നാലാമതായിട്ട് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത്രയും സ്ഥാപനങ്ങളിലേക്കാണ് കാറ്റഗറി 364/2025 എന്ന നമ്പറിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ട് കാറ്റഗറി നമ്പറിലും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടിനും രണ്ട് എക്സാമിനേഷനാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അവസാന നിമിഷം വരെയുള്ള ഒരു ലാഗിന് വേണ്ടി നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനും കൂടി ശ്രമിക്കുക. കേരള PSC ആയതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഉയർന്ന റാങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ അഡ്വൈസ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അഡ്വൈസ് കിട്ടാനൊക്കെ വളരെ വൈകുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും ഈ രണ്ട് പോസ്റ്റിലേക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം. പ്രധാനമായിട്ടും ഇതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധിയായിട്ട് പറയുന്നത്. അതായത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ ബികോം ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത. ഇനിയും അവസാനമായി നടന്ന നോട്ടിഫിക്കേഷന്റെ വിശദവിവരങ്ങൾ നോക്കാം. ഇതിലേക്ക് എത്തുമ്പോൾ നേരത്തെ ഈ നോട്ടിഫിക്കേഷൻ വന്ന് 610/2021 എന്നും 611/2021 എന്ന് പറയുന്ന രണ്ട് നോട്ടിഫിക്കേഷനിലായിരുന്നു. അന്ന് രണ്ടിന്റെയും DOE വന്നത് 1/9/10/2023 അടുത്തത് 10/10/2023 അതിൽ 610/2021 എന്ന എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കായി വന്ന 66 മാർക്കും ഇതിൽ കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 175 പേരും അതിൽ നിന്ന് ടോട്ടൽ അഡ്വൈസ് പോയത് 42 പേർക്കുമാണ്. ഇനിയും 611/2021 എന്ന കാറ്റഗറി നമ്പറിൽ 65.67 മാർക്ക് കട്ട് ഓഫ് മാർക്കും 185 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും അതിൽ നിന്ന് 45 പേർക്ക് അഡ്വൈസ് പോവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ നിലവിലെ സാഹചര്യം. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം പഠനമാണ്. ഏണസ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുന്നത് ജോലിയിലേക്ക് കയറുവാനുള്ള നിങ്ങളുടെ സാധ്യത വളരെയധികം കൂട്ടും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് സമയബന്ധിതമായിട്ട് സിലബസുകൾ കവർ ചെയ്ത് മാക്സിമം ടെസ്റ്റ് സീരീസുകൾ ചെയ്ത് ഏതൊരു എക്സാമിനേഷനെയും സമീപിച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ റാങ്കുകളിൽ ഇടം നേടാൻ പറ്റും. അങ്ങനെ ഇടം നേടിയെങ്കിൽ മാത്രമേ ഉടൻ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ കയറുവാനും നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആകാനും പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.